അസ്സരി തങ്ങള് പുസ്തകത്തിൽ ഇങ്ങനല്ലേ, മുസ്തഫ ഫൈദ് പുസ്തകത്തിൽ അങ്ങനല്ലേ, സുന്നി അഫ്കാറിൽ ഇങ്ങനല്ലേ, ഇതൊക്കെ കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാ, പുതിയ ഒന്നുമില്ല. അതിപ്പോ നമ്മളെ മദ്രസയിലെ കുട്ടിയൊക്കെ തന്നെ മറുപടി കേട്ട് തയമ്പിച്ച പിന്നെ എന്തിനാ ഇപ്പൊ ചാടാനുള്ള കാരണം? അവരുടെ ചാരന്മാരെ നമ്മളിടയിൽ ഫിറ്റ് ചെയ്തത് നമ്മൾ കണ്ടുപിടിച്ചപ്പോ ഇവർക്ക് ബേജാറായതാണ്. അല്ലെങ്കിൽ ഇവരിതിന് ബേജാറാണ്ട ആവശ്യമില്ല. ബുദ്ധി ഇല്ലെങ്കിൽ ഇവരെ ഇടപെടാൻ പാടില്ല. ഇപ്പോഴാണ് പ്രശ്നമായത്. എന്തുകൊണ്ട്? ഞങ്ങളുടെ ഇടയിലെ കള്ളന്മാരെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചൂടാണ്. എന്തിനാ? ഇത് ഞങ്ങളെ പ്രശ്നമല്ലേ, അത് ഞങ്ങൾ ഉസ്താദന്മാരല്ലേ, നിങ്ങളിപ്പോ എന്തുകൊണ്ട്? അപ്പൊ എനിക്ക് തോന്നാ പ്രത്യക്ഷ വിരോധമുണ്ടെങ്കിലും അന്തർധാര സജീവമാണ്. ഇവിടെ നമുക്ക് കൂടുതലും പ്രശ്നമുണ്ടായത്. അതുകൊണ്ട് സുന്നി മക്കൾ തിരിച്ചറിയുക. ബഹുമാനപ്പെട്ട ലിയാവുദ്ദീൻ ഫൈസി കഴിവുള്ള പണ്ഡിതനാണ്. അൻവർ അബ്ദുള്ള ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതന്മാരാ. പക്ഷേ ഈ വഹാബിസത്തെയും സ്വഹാബിസത്തെയും താലോലിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. പിന്നെ അതേ എഴുതിയത് ഈ ഗുരുവിന്റെ തണലിൽ തല ഉയർത്തി നിൽക്കും. എന്താ കാരണം? 2017 ഈ പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് 2024. അപ്പൊ 7 കൊല്ലത്തെ പരിചയം ഉണ്ട് അദ്ദേഹത്തിന്. ഈ ജാതി പല തിരുപ്പം പണിയും ചാരപ്പണിയും നടത്തിയിട്ടും സുന്നി മക്കൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഏത് കൊടിച്ചിപ്പട്ടിയെപ്പോലും നേരിട്ട് സുന്നികൾ എറിയില്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകം. ഒരു കാരണം അതാ ഞാൻ പറയുന്നത്. എനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്ക് ഈ സുന്നികളോട് ചെറിയൊരു വിരോധമുണ്ട്. എന്ത്? ലിയാവുദ്ദീൻ ഫൈസിയെയും അൻവർ പൽപരിയെയും അനുകൂലിച്ച ഒരു പേര് വെച്ചിട്ട് എഴുതി. ചില വാഫികള്, ചില ഹുദവികള്, ചില ബാക്കവികള് പേര് വെച്ചിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ എഴുതിയത്. അതേ സമയത്ത് അവരെ എതിർക്കുന്ന ആളുകള് അത് തലയല്ല വാലുമില്ല. അതായത് ഒരാളെ ലേഖനത്തിലും 90% ലേഖനത്തിലും പേര് കാണില്ല. അപ്പോൾ ഒരു കൊടിച്ചിപ്പട്ടിയും നേരിട്ട് സുന്നികൾ എറിയില്ലാന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും. ആ വിചാരിക്കണ്ട. ഇന്റെ ധാരണയും തെറ്റാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു. സുന്നികൾ നേരിട്ട് എന്നിട്ട് ഇടപെടൂല. അതൊരു പരിധിയാണ് വിട്ടാൽ സുന്നികളാണ് എണീക്കും. ഇപ്പൊ ഇതിനകം തന്നെ അദ്ദേഹം എഴുതിയ ഓരോ സോഷ്യൽ മീഡിയ ലേഖനങ്ങളിലും സമസ്തയുടെ ആലിമീങ്ങളെ വളരെ മോശമായി നിന്ദിച്ച കുറിപ്പുകൾ കാണാം. നിസ്സാരമായി നിന്ദിച്ചത്. സെപ്റ്റംബർ 4 ഇദ്ദേഹം എഴുതിയ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ്. നിലമ്പൂർ MLA അൻവർ ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം SP-യുടെ ഓഫീസിലേക്ക് മരം വെട്ടത് അന്വേഷിക്കാൻ വേണ്ടി പോയതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് സെപ്റ്റംബർ 4 ലിയാവുദ്ദീൻ ഫൈസി തന്റെ പേജിൽ, സോഷ്യൽ മീഡിയ പേജിൽ എഴുതുന്നത് നിങ്ങൾ ആർക്കും ശ്രദ്ധിക്കാം. മരക്കുറ്റികളാണ് പ്രശ്നം തുടങ്ങിയത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇതാരെ കളിയാക്കണ്? ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികളെ കളിയാക്കാൻ വേണ്ടി നേതാക്കളെയും സുന്നിസത്തിൽ ഉറച്ചു നിൽക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും തുടർന്നുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും കളിയാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ സ്വഹാബികൾ കൊണ്ടുവരുന്ന ഒരു പ്രയോഗമാണ് എന്ത്? മരക്കുറ്റി. ഒന്നാമത്തെ വാക്ക് ആരെവിടെ കളിയാക്കണ്? ജിഫ്രി തങ്ങളെ. ജിഫ്രി തങ്ങളെയും ശേഷമുള്ള ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും സമസ്തയുടെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകന്മാരെയും കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്, സ്വഹാബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? മരക്കുറ്റി. അഹ്ലുൽ ബൈത്തിനെ വിമർശിച്ചൂടെ? വിമർശിക്കാം. ആരോഗ്യപരമായിരിക്കണം. ആരെങ്കിലും വിമർശിച്ച് ഞാൻ ജിഫ്രി തങ്ങൾ ആരാന്ന് വിചാരിച്ച്? കേവലം സെയ്ദാണെങ്കിൽ തന്നെ പറയാൻ പാടില്ല. പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഞാൻ സെയ്ദന്മാരെ ആരോഗ്യപരമായി വിമർശനം നടത്തിയിട്ടുണ്ട്, നടത്തും ചെയ്യും ഇനിയും. പക്ഷെ അത് ആരോഗ്യപരമായിരിക്കും. ഒരു വാക്കിൽ പോലും ആരോഗ്യപരമായ കാര്യം പറയൂ. ആരോഗ്യപരമായ കാര്യം. എന്ത് ഖാദി ഫൗണ്ടേഷനെ ഞാൻ എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ കുട്ടികൾ ചെയ്തതല്ല, ആ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചു. ഞാൻ അവരെ ചെരുപ്പെടുക്കാൻ യോഗ്യനല്ല പറഞ്ഞിട്ടില്ലേ? പക്ഷെ പ്രശ്നം എന്താണ്? മുബ്തദിഈങ്ങൾ മഹല്ല് കയ്യേറുമോ എന്ന് എനിക്ക് പേടിയാണ്. ഇന്ന് നാളെ ഈ ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ കഴിയൂല. ഞാനായാലും മഹാനായ സാദിഖ് അലി തങ്ങളാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചോ. അടുത്ത തലമുറ, ഇതിന്റെ ശേഷമുള്ള തലമുറ ഇതിനേക്കാൾ ഈമാൻ കൻസൂറായവരായിരിക്കും. അത് പ്രശ്നമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇനി സംഘടനകൾ കൂട്ടരുത്. ഉള്ള സംഘടനകളെ ബലപ്പെടുത്തി നിലനിർത്താൻ വേണ്ടത്. നീ സംഘടന കൂട്ടാൻ പാടില്ല. സാലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയിൽ വരെ പുഴുക്കുത്ത് കയറിയ കാലത്ത് സംഘടന കൂട്ടരുത്. ഇതൊരു കാഴ്ചപ്പാടാണ്. അതേ സമയത്ത് അവരെ കെരുപ്പെടുക്കാന്നുണ്ടാ ഞാൻ പറഞ്ഞത്.
ഇത് മരക്കുറ്റി എന്ന് പറഞ്ഞ ആരാ? നീ സാധാരണ ഒരു സയ്യിദും അല്ല. ആര്? ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾ സയ്യിദുമാണ്, ആലിമാണ്, മുഫ്തിയാണ്, ഫഖീഹാണ്. ആ ദറജയിൽ ഒരാള് വേറെ കേരളത്തിൽ ആരാ? അല്ല, ആരാ? ആ ആളെ വിമർശിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് സുന്യുള്ളു? എത്ര നിങ്ങൾ വിമർശിച്ച്? അത് മാത്രം വഖഫ് ബോർഡിൽ വേറൊരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ്, വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത്രേ. ഞാൻ വിശ്വസിക്കില്ല. ചന്ദ്രികയിലല്ലേ വന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ? ആരെ കളിയാക്ക്? മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആരാ പറഞ്ഞത്? സമസ്തേതാക്കന്മാര്, ജിബ്രീൽ മുത്തുക്കോയ അടക്കം. അപ്പൊ ആരെപ്പോഴും കളിയാക്കണ്? എവിടെയാ ഇരിക്കണ്? സമസ്തയുടെ നെഞ്ചില്. ഇത് ചാരപ്പണി അല്ലെങ്കിൽ പിന്നെന്താ? ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നടത്തുന്ന കൊയലൂറ്റ. മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ ശൈഖുനാ ശംസുൽ ഉലമ 976 പട്ടിക്കാട് ജാമിഅ നൂരിയ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ? രാഷ്ട്രീയക്കാരാണ്, സുന്യളല്ല. രാഷ്ട്രീയക്കാര് കളിച്ചു. ബഹുമാനപ്പെട്ട മഹാന്മാരായ സാദാത്യങ്ങൾ നിരപരാധിയാണ്. അവരല്ല, ബേക്കിന്ന് കളിച്ചു, ഉപേക്ഷിച്ചു പോയി. ആര്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. ഇതൊക്കെ സത്യല്ലേ? ആ രാഷ്ട്രീയക്കാർക്ക് അനുകൂലിച്ച് കൊയലൂട. ആരെ വിമർശിക്കണത്? പറഞ്ഞ വാക്ക് ആരെയാ? വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയ എത്രേ? ഞാൻ വിശ്വസിക്കില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ? ഇപ്പൊ ആലപ്പുഴ കളിയാക്കി മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്, അത് ചെയ്യൂല എന്നിവിടെ പുറത്ത് പറഞ്ഞ ആളാ ആരാ? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും മുഖ്യമന്ത്രിക്ക് ലംഘിക്കാലോ. അതിന് ആലിമീങ്ങളെ കളിയാക്കണം എന്തിനാണ് ആരെപ്പോഴും തൃപ്തിപ്പെടുത്തുന്നത്? ഈ വഹാബികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഊതുന്നത്. ആരെങ്കിലും കളിയാക്കണേ? കേരളത്തിലെ ഏറ്റവും മഹാനായ സയ്യിദിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ കുത്തിത്തിരിപ്പുകളും എല്ലാം ഇതേ റിയാഉദ്ദീൻ ഫൈസിയുടെ ബാക്കിയാണ് ഇന്ന് CIC-യുടെ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത്. CIC-യുടെ പ്രശ്നം ഇത്ര വഷളാക്കി. അത് വഷളാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഒന്നിച്ചു പോകണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഒന്നിച്ചു പോകണം. കാരണം ഒരു കൊന്ത്രം പല്ലി പുറത്തേക്ക് പോകരുത്. ഒന്നിച്ചു തന്നെ പോകണം. എന്തുകൊണ്ട്? സമുദായത്തിന് ഇനിയൊരു ഛിദ്രത വന്നാൽ ഛിദ്രത പരിഹരിക്കാൻ കഴിയില്ല. ഇതൊന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത് ഇക്കോലെ വഷളാക്കി ആരാ? ഈ റിയാഉദ്ദീൻ ഫൈസിയുടെ ബാക്കി. പേര് ഞാൻ പറയണില്ല. സമസ്തയെ കൊഞ്ഞന കുത്തുന്ന പണിയെടുത്തു. ഇതേ റിയാഉദ്ദീൻ ഫൈസിയുടെ വേറൊരു ബാക്കിയാണ് കഴിഞ്ഞ കൊല്ലം കടപ്പുറത്ത് അഹ്ലുസുന്നയെ മാനം കെടുത്തുന്ന പൂരപ്പണി നടത്തിയത്. കോഴിക്കോട്ട് കടപ്പുറത്ത് യൂറോപ്യന്മാരുടെ കളി കളിച്ചു പണ്ഡിതന്മാരെന്ന പേരിൽ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാം. അതും റിയാഉദ്ദീൻ ഫൈസിന്റെ ബാക്കിയാണ്. എന്താ അവർക്കുള്ളത്? ഒരിക്കൽ ധൈര്യമുണ്ട്. ഇവിടെ ആരുണ്ട്? അധികാര കേന്ദ്രത്തിൽ ആരുണ്ട്? ജ്യേഷ്ഠനുണ്ട്. അപ്പൊ എന്ത് നടക്കും? ജ്യേഷ്ഠനാകട്ടെ ഈ ഗുരുവിന്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും. സുന്യളൊന്നും ചെയ്യൂല. അത് നിങ്ങളെ തോന്നലാണ്. നിങ്ങളോട് ആരോടും വിരോധമല്ല. പക്ഷേ നിങ്ങളുടെ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ഗരിമ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള സേവനം ഒരു സുന്നി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സുന്നിക്കത് ചെയ്യാൻ കഴിയില്ല. അയാൾ എന്തിന്റെ പേരിലായാലും ആ ചെയ്തത് ശരിയല്ല. ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടിന്റെ ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. കിതാബ് തൗഹീദ് കവിതയാക്കിയ മനുഷ്യൻ എത്ര വലിയ ആകാശം മുട്ടേ വളർന്ന ആലിമാണെങ്കിൽ സുന്നികൾക്ക് അതിന് വിലയില്ല. ഒരു രോമത്തിന് വില വെക്കൂല. ഞങ്ങൾക്ക് വലുത് സുന്നിയാണ്. ഒരിക്കലും വില വെക്കൂല. ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഇളകാത്ത പാറയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.